യേശുനാഥ സ്വന്തമാക്കുക മാനസം, സ്നേഹനാഥ ശുദ്ധമാക്കുക ഹൃത്തടം, പാപപങ്കിലമാകിലും നോവു നീറുമെങ്കിലും കുളിരും പൂമഴയായി കരളിൽ പെയ്യാൻ വാ, അലിവിൻ തേൻ കണമായി ഹൃദയം പുൽകാൻ വാ. യേശുനാഥ സ്വന്തമാക്കുക മാനസം, സ്നേഹനാഥ ശുദ്ധമാക്കുക ഹൃത്തടം. ഹൃദയക്കടലിൻ അലകളിൽ ജീവിത നൗകയിൽ അലയുമ്പോൾ, അറിയാതുയരും തിരകളിൽ കടലിൻ നടുവിൽ ഉലയുമ്പോൾ, വചനമാം മൊഴികളാൽ ഹൃദയമാം കടലിനെ തഴുകണേ, ശാന്തമാക്കണേ. യേശുനാഥ സ്വന്തമാക്കുക മാനസം, സ്നേഹനാഥ ശുദ്ധമാക്കുക ഹൃത്തടം. നന്മകൾ ചെയ്യാൻ ഉണരവേ സ്വാർത്ഥത എന്നിൽ നിറയുന്നു, എൻ മനചിന്തകൾ അനുദിനം അന്യനെ വഞ്ചിച്ചുയരുമ്പോൾ, നിൻ ത്യാഗമാം കുരിശിനാൽ എൻ ക്രൂരമാം മനസ്സിനെ നയിക്കണേ, ആർദ്രമാക്കണേ. യേശുനാഥ സ്വന്തമാക്കുക മാനസം, സ്നേഹനാഥ ശുദ്ധമാക്കുക ഹൃത്തടം, പാപപങ്കിലമാകിലും നോവു നീറുമെങ്കിലും കുളിരും പൂമഴയായി കരളിൽ പെയ്യാൻ വാ, അലിവിൻ തേൻ കണമായി ഹൃദയം പുൽകാൻ വാ. യേശുനാഥ സ്വന്തമാക്കുക മാനസം, സ്നേഹനാഥ ശുദ്ധമാക്കുക ഹൃത്തടം. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ, ഈ താരയെ
നമ്മുടെ ഇടയിലിതാ നമ്മുടെ ദൈവമിതാ. ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തന്റെ ജനത്തോട് കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും ഈ കൂദാശയിൽ. തന്റെ ജനത്തോട് കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും ഈ കൂദാശയിൽ. ഇന്നും തുടിക്കും ഈ കൂദാശയിൽ. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെ ഇതാ. ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ നമ്മുടെ ദൈവമിതാ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയും പ്രിയപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്യട്ടെ. ഭാഗ്യവതി എന്നോട് ചൊൽക, എങ്ങനെ ആദരവോടേറ്റു പാരും വാനും നിറയുന്നോനെ നീ ശ്രോത്രത്താലൊളിവായേറി നിശ്ചലമായുദരേ വാണ തിരുഹിതമായി തൻ ബലമെന്നെ താങ്ങി ഉദരേ ഞാൻ സുതനെ പേറി ലോകപുരാതനനെ പെറ്റൻ ഹാലേലുയ്യ രക്ഷിച്ചാൻ ലോകം മെന്നവോലം വാദാബിലവോലം ഉൽവീനാമേ ഈശാദന്നാവകുംഭം വിതയോത്കമ്പിളി പനിമഞ്ഞും പാവന കന്യേ നിൻ സാദൃശ്യമതാ തരുനിരയിൽ സർപ്പം മനുജനനിഹരിപ്പാൻ വീഴ്ത്തിയ വിഷമതു നിന്ന മധുരമതായി മാറി വിൺവൃഷ്ടിയ നീ കൈക്കൊണ്ടു ഓരത്തെണ്ണീർ ചാലൊഴുകി ഹല്ലേലൂയ സൃഷ്ടിയെ നിറവാക്കി വാഴ്ത്തപ്പെട്ടവളായോൾ കന്യേ പ്രാർത്ഥന ചെയ്തിടണമേ. നാഥൻ ഞങ്ങളുടെ മേൽ കൃപ ചെയ്തിടാൻ കൃപയാൽ കൃപയാചിക്കുമിവർമേ ആർദ്രതയുള്ളൊരു നാഥൻ ചെയ്തിടാൻ കൃപയാ. ദൈവമിറങ്ങി ഭൂമൗ കന്മശമേശാതുള്ളോൻ തന്നെ പേറി മറിയ വിനയം ശാന്തദൈവയെ ദർശിച്ചോൻ പരിശുദ്ധൻ അവളിൽ വാസം ചെയ്തോ താഴ്മയതുള്ളോർപ്പക്കൽ വാഴാൻ പ്രീതൻ വിനയാ. നിതമറിയത്ത് വിളിച്ചോ താതനു സ്തുതിയും വന്ദനയെളിമയോട വളിൽ വസിച്ചോൻ പുത്രനായും സ്തോത്രം. എളിയവരുൾ പാർത്തിടും പരിശുദ്ധാത്മാവിനും സ്തുതിയേകൻ ത്രിത്വവുമാവനേക്കും ദൈവാ. ഭജനെ 9 മാസം നിന്നെ വഹിച്ചോൾ പ്രാർത്ഥനയാല് കോപത്തിന്റെ വടികളെ മായിക്കാം. നീതിമാന്മാരുടെ കൂടാരത്തിൽ സാമൂൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ നിന്നും ബാർക്കുമോ. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുടലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും. അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും?
സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക, കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ജസ്സയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ പറയുന്നവനെ എനിക്കാ നീ അഭിഷേകം ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബേത്ലഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അവർ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതേ, അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടത്ത് വരുവിൻ. ബാർക്കുമോ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നന്ദിയുടെയും കൃതജ്ഞതയുടെയും വികാര വിചാരങ്ങളെ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് വേണ്ടി ദിവ്യ അനുഗ്രഹങ്ങൾ ദൈവപക്കൽ നിന്ന് വാങ്ങിത്തരുന്ന അത്യഭിമന്യ കാതോലിക്ക ബാവ തിരുമേനിയെയും മറ്റ് മെത്രാപ്പോലീത്തമാരെയും വിശിഷ്ടാതിഥികളെയും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാനായിട്ടാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയിലെ രാജകുമാരനും മലങ്കര കത്തോലിക്ക തിരുസഭയുടെ അത്യഭിവന്യ കാതോലിക്ക ബാവായും തിരുവനന്തപുരം മേജർ ആർച്ച് ബിഷപ്പുമായിരിക്കുന്ന അഭിവന്യ ബസേലിയൂസ് മാർ ക്ലീമീസ് പിതാവേ, അഭിവന്യ സാമുവേൽ മാർ ഐറേന്യൂസ് പിതാവേ, അഭിവന്യ തോമസ് മാർ അന്തോന്യൂസ് പിതാവേ, സ്നേഹിതരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സുഹൃത്തുക്കളെ, ഈ ഇടവകയുടെ അഭിമാനമായിരിക്കുന്ന താന്നിമൂട്ടിൽ റവറൻ ഫാദർ ജോർജ് അവരുടെ പ്രഥമ ദിവ്യ ബലിയിൽ സംബന്ധിക്കുന്ന ഈ വേളയിൽ ദൈവ സന്നിധിയിൽ എളിമയോടും നമ്രശിരസ്കനായും ഞാൻ നിൽക്കുകയാണ്. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത, ഈ വൈദികന് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ആ കുടുംബത്തെ അഭിനന്ദിക്കുകയും നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകൾ ആ വൈദികന് ഞാനിപ്പോൾ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ ഇടവക ദൈവം തമ്പുരാനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവകയാണ്. 53 വർഷങ്ങൾക്ക് മുൻപ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവ് ഈ ദേവാലയം സ്ഥാപിക്കുകയും പിന്നീട് അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് തിരുമേനി അത് പരിപാലിക്കുകയും ഇപ്പോൾ അഭിവന്യ കാതോലിക്ക ബാവ തിരുമേനി അതിനെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവസന്നിധി നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഈ ഇടവകയ്ക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിവന്യ കാതോലിക്ക ബാവ തിരുമേനിയെയും നമ്മുടെ മറ്റ് മെത്രാപ്പൊലീത്തമാരെയും ഈ ദേവാലയത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബസേലിയോസിൻ്റെ നാമധാരിയായ നമ്മുടെ അഭിവന്യ കാതോലിക്ക ബാവ തിരുമേനി, കർദിനാൾ തിരുമേനി, വിശുദ്ധ ബസേലിയോസിനെ പോലെ പാവങ്ങൾക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തികളും വികസന പ്രവർത്തനങ്ങളും ആതുര സേവനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ സ്നേഹവീട്, സാന്ത്വനം ഹോസ്പിറ്റൽ, പിരപ്പനങ്കോട് ഹോസ്പിറ്റൽ, ബോയ്സ് ഹോം 2 കാട്ടാക്കടയും തോന്നയ്ക്കലും അത് സ്ഥാപിച്ചുകൊണ്ടും ചീക്കനാൽ ഡിസേബിൾഡ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ സ്ഥാപിച്ചുകൊണ്ടും അഭിവന്യ തിരുമേനി വികസന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അഭിവന്യ പിതാവ് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റത്തിനായി കാർഡിനൽ ക്ലീമി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസും ആരംഭിച്ചിരിക്കുകയാണ്. അഭിവന്യ പിതാവ് 2000 ഭവനങ്ങൾ നിർമ്മിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണവും ത്യാഗവും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അഭിവന്യ പിതാവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുവാനും അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ജനുവരി മാസം 2-ാം തീയതി അഭിവന്യ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ഈ അവസരത്തിൽ നമ്മൾ അഭിവന്യ പിതാവിന് വേണ്ടി ഈ വിശുദ്ധ ബലി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്തു. CBCIയുടെയും KCBCയുടെയും സംഘതലവനായി നിന്നുകൊണ്ട് കേരള സഭയും ഇന്ത്യൻ സഭയും മുഴുവനെയും സുവിശേഷവൽക്കരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുസമ്മതനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന അഭിവന്യ പിതാവ് പൊതു പ്രവർത്തനങ്ങളിലും സഭയുടെ പ്രവർത്തനങ്ങളിലും ഒരുപോലെ
ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ തീക്ഷ്ണമായ പ്രാർത്ഥനകളെ സമർപ്പിക്കുകയും ചെയ്യാം. അടുത്തതായി അഭിവന്യ ഐറേനിയൂസ് പിതാവിനെ ഞാൻ ഓർക്കുന്നു. അഭിവന്യ പിതാവിനെ ഓർക്കുന്നു എന്ന് പറയാൻ കാരണം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ വർഷിച്ച ആ പഴയകാല സംഭവത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട്, ഐറേനിയൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ വാച്ച്ഫുള്ളായി, ശ്രദ്ധയുള്ളവനായി, ദൈവത്തോട് നിലവിളിക്കുന്നവനായിരുന്ന ഒരു വ്യക്തി എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അദ്ദേഹം സാമൂഹികരായി മാറുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം പ്രാർത്ഥന കേട്ട് തൊട്ട് സ്പർശിച്ച് അനുഗ്രഹിച്ച് സൗഖ്യം നൽകി അഭിവന്യ പിതാവിനോടൊപ്പം ഞാൻ ഈ സമയം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. അഭിവന്യ അന്തോനിയോസ് പിതാവ് മലങ്കര സഭയുടെ കാതോലിക്കേറ്റ് സെൻറ്ററിൻ്റെ സൂക്ഷിപ്പുകാരനും ഉൾഭരണ നിയന്താവും അതിൻ്റെ സംരക്ഷകനുമാണ്. അന്തോനിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഫോർട്രസ് അല്ലെങ്കിൽ സംരക്ഷണം, സംരക്ഷകൻ എന്നാണ് അർത്ഥം. യെരുശലേം ദേവാലയത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലുള്ള ആ സംരക്ഷണത്തിനെയാണ് അന്റോണിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സഭയുടെ വിശ്വസ്ത കാവൽക്കാരനായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിവന്യ അന്തോനിയോസ് പിതാവിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നവവൈദികനെ പരിശീലിപ്പിച്ച മേജർ സെമിനാരി, മൈനർ സെമിനാരി, റക്ടേഴ്സ്, സ്പിരിച്വൽ ഫാദേഴ്സ്, മറ്റെല്ലാ പ്രൊഫസേഴ്സിനെ എല്ലാം ഈ അവസരത്തിൽ ഓർക്കുന്നു, അവരെ സ്വാഗതം ചെയ്യുന്നു, അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ആഗതരായിരിക്കുന്ന ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട വൈദികർ, മറ്റധികാരികൾ, വിശിഷ്ട വ്യക്തികൾ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുകയും ദൈവസന്നിധി സമർപ്പിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇടവകയ്ക്ക് വേണ്ടി അനേക വർഷക്കാലം കഷ്ടത അനുഭവിച്ച്, പ്രയാസങ്ങൾ അനുഭവിച്ച് ഈ ഇടവകയെ നയിച്ച മുൻ വികാരി അച്ഛന്മാരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും അവരെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. മറ്റെല്ലാ സിസ്റ്റേഴ്സിനെയും വൈദികരെയും സെമിനാരിക്കാരെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓർഡിനാൻഡി എന്ന വാക്കുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ പൗരസമിതിയിലേക്ക് അധികാര അവകാശം കൊടുത്തുകൊണ്ട് പ്രവേശിപ്പിക്കുന്ന ഓർദോ എന്ന വാക്കിൽ നിന്നും ഓർഡിനാസിയോയിലേക്ക് നടത്തി സഭയുടെ പ്രധാന പുരോഹിതൻ്റെ കൈകൾ കൊണ്ട് പൗരോഹിത്യ സമിതിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതൻ അനുഗ്രഹീതമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്നലെ മുതൽ പൗരോഹിത്യ ഉത്തരവാദിത്തങ്ങളും പൗരോഹിത്യ ഡിഗ്നിറ്റി അല്ലെങ്കിൽ ശ്രേഷ്ഠത, അതുപോലെ പൗരോഹിത്യ അധികാര അവകാശങ്ങൾ എല്ലാം ലഭിക്കുകയാണ്. കത്തോലിക്ക തിരുസഭ വളരെ വ്യക്തമായി നമ്മെ പൗരോഹിത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അതെല്ലാം ഓർത്തുകൊണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിച്ച നമ്മുടെ വൈദികനെ നമുക്ക് അഭിമാനത്തോടു കൂടി ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും അദ്ദേഹത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ജനത്തിന് ലഭിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വിശുദ്ധ കുർബാനയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കെല്ലാവർക്കും ലഭിക്കുവാനും അഭിവന്യ പിതാക്കന്മാർക്കും നമുക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. സിംഹാസന സവിതേ വന്ദിപ്പൂ ലംഘനമെല്ലാം മോചിച്ചൻ പാപമശേഷം മാകേണം. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവരും